അമ്മയ്ക്ക് ഒരു താല്പര്യമില്ല എന്നുള്ളൊരു കമന്റ് ഞാൻ കണ്ടു. വയ്യാതിരിക്കുന്ന സ്ത്രീയുടെ ഉച്ചി നോക്കി അടിച്ചിട്ടിട്ട് നിങ്ങൾ ചിരിക്കണം ബഹളം വെക്കണമെന്നും പറയാനുള്ള ഒരു എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇത് കണക്കുള്ള ഫംഗ്ഷനിൽ ചിരിക്കാതിരിക്കുന്ന ആൾക്കാരുടെ ഉച്ചി നോക്കി ഒരെണ്ണം കൊടുത്ത് ചിരിപ്പിക്കും. നോക്കട്ടാ സെറ്റ് കേട്ടോ പൂട്ടാ സെറ്റ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഈ മല്ലൂസിന്റെ ടിപ്പിക്കൽ കല്യാണം എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൊറിബിൾ ആണ്. പലരുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആണ് ഈ ഒരു മാരേജിന് എന്നുണ്ടെങ്കിൽ മറ്റു പലരുടെ ലൈഫിൽ വളരെ മോശപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇത്. ആൻഡ് ഇതിനെ ഇങ്ങനെ ഹൊറിബിൾ ആക്കുന്നതിന് പല കാരണങ്ങളുണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറക്കി നമ്മുടെ ഫുഡും കഴിച്ചിട്ട് നമ്മളെ പറ്റി തന്നെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാരെ വിളിച്ചു വരുത്തുന്ന ഒരു പരിപാടി. ലിറ്ററലി ഇതിനെപ്പറ്റി ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് ഇതിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്ലാമികയുടെ കല്യാണമായിരുന്നു. അതിനുശേഷം തന്റെ ഹസ്ബൻഡിലെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന ആ ഒരു വ്ലോഗ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ അതിനെക്കാട്ടി വലിയ ഹൊറിബിളാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ കല്യാണത്തിന് വന്നിട്ട് ഇത്തരത്തിൽ കുറ്റം പറഞ്ഞിട്ട് പോയിരിക്കുന്ന പല ആൾക്കാരുണ്ടായിരിക്കും. അത് ആരാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത്, ഇത് നമുക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ ഈ കമന്റ് ബോക്സ് വളരെ വ്യക്തമായി ശക്തമായിട്ട് നമുക്ക് കാണാം ആരാണ് എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഈ ഒരു വ്ലോഗ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഇവരുടെ ഈ ഒരു മൊമെന്റ്സ് ഒക്കെ ആണെങ്കിൽ നാളുകളിൽ ഇത് ഒരു ഫയൽ പോലെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ചെയ്യുന്ന പോലെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ട് റവന്യൂവിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു അങ്ങനെയൊക്കെ ഓരോ POV ഉണ്ട് ഇത്തരം വീഡിയോസിനൊക്കെ. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കിന് അവരുടെ ഓഡിയൻസുമായിട്ടുണ്ടാവുന്ന ഒരു കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരുടെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു കല്യാണം എന്ന നിലയിൽ ഓഡിയൻസിന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അവരും ആ ഒരു കല്യാണത്തിന് എത്തിയ പോലത്തെ ഒരു ഫീൽ അവർക്കുണ്ടാവുക. അങ്ങനെ ഒരു POV കൂടി ഇതിനകത്തുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇത് കണ്ടിട്ട് ഇതിനകത്ത് വന്ന് കുറച്ച് ആൾക്കാർ ഇട്ടിരിക്കുന്ന കുറച്ച് കമന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്താണെങ്കിൽ ആദ്യം തന്നെ ആ ഒരു വീഡിയോയുടെ കുറച്ച് പോർഷൻസ് നമുക്കൊന്ന് കാണാം. സംഭവം സാധാരണ എല്ലാരും കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അന്ന് തന്നെയാണ് കയറണത് വീട്ടിൽ. നമ്മളിപ്പം ഗുരുവായൂർ വെച്ച് കല്യാണം കഴിഞ്ഞുകൊണ്ട് നമുക്ക് 8 മണിക്കൂറുണ്ട്, 8 to 8.5 മണിക്കൂറുണ്ട് നമുക്ക് ഈ സ്ഥലത്തെത്താൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഒരു 8 മണിക്കൂർ, അപ്പൊന്നാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ എക്സ്ട്രാ അവിടെ നിന്ന് ഇതുവരെ വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മള് പിറ്റേന്നാണ് കയറണത്. സംഭവം എന്താന്ന് വെച്ചാല് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ വീട്ടിൽ കയറും. ഞാൻ വിളക്കം കൊണ്ട് ഇയാൾ ഇന്നലെ ഭയങ്കര വണ്ടി ഓട്ടിക്കുമ്പോ അത്ര ഇയാൾ ഞാൻ വിളക്കം കൊണ്ട് കയറിനെ ആലോചിച്ച് ത്രിതംഗ പുളകിതനായിട്ടാണ് ഇരുന്നത്. അപ്പൊ നമ്മള് വിളക്കം കൊണ്ട് വീട്ടിൽ കയറും. വീട്ടിൽ കയറി അത്രേ ഉള്ളൂ. പിന്നെ നമ്മള് പാലും പഴവും കഴിക്കും അല്ലേ. നമ്മളിതെത്തും. നമ്മളിവിടെ അടുത്തുള്ള ഒരു ഹോട്ടല് VSC പോർട്ടോ അങ്ങനെ മരീന പോർട്ടിക്കോ അങ്ങനെ എന്തോ നല്ല ഹോട്ടലായിരുന്നില്ലേ. റൂമൊക്കെ സൂപ്പറായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിന്നിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വരണത്. അപ്പൊ പ്രത്യേകിച്ച് ചടങ്ങ് വെച്ചാൽ ഒന്നുമില്ല. അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയില്ല, ചേച്ചിക്ക് ലീവില്ല. എനിക്കറിയാം. ഇനിയിപ്പൊ നിങ്ങൾ എന്റെ ചോദിച്ചിട്ടുണ്ട് അപ്പുവിന്റെ അമ്മയും അച്ഛനെയൊന്നും സാരിയിൽ പറഞ്ഞിട്ട് സാരി എടുക്കാൻ പോകുന്ന കൊണ്ടുപോകുന്നത്. ഗൈസ് വേറൊന്നുമല്ല, അവരെല്ലാരും ഡെയിലി ജോലിക്ക് പോണ ആൾക്കാരാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് അപ്പനെ സംബന്ധിച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തിറങ്ങാൻ പറ്റും. പക്ഷെ അവർക്ക് അങ്ങനല്ല, അവർക്ക് ഞായറാഴ്ചകളാണ് അവർ ലീവുള്ള. അപ്പൊ അവരെ ഞാൻ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് നിങ്ങൾ ഇന്ന് ലീവ് എടുത്ത് വേണ്ട, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനുള്ള മറ്റിതുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതെടുത്ത് പറഞ്ഞിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണുണ്ട്, ഫോട്ടോ അയച്ചുകൊണ്ട് അവർക്ക് അതൊക്കെ സന്തോഷമാണ്. ഈ കുഴുത്തുരുമ്പ് പരിപാടി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അത് വേണ്ട. കാരണം മറ്റുള്ളവരുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് കുഴുത്തുരുമ്പ് വന്നത് ഈ പറഞ്ഞതൊരു അക്ഷരം പോലും ഇടാതെ ഇത്തരത്തിൽ അത് കമന്റിൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ ജോലി കാര്യങ്ങളൊക്കെയുള്ള ലീവ് കിട്ടാതെ പോയിട്ട് ഈ കല്യാണം കൂടാൻ പറ്റാതെ വരുന്ന കുറേ ആൾക്കാരുണ്ട്. സ്വന്തം വീട്ടിലെ പെങ്ങടെ കല്യാണം പോലും കൂടാൻ പറ്റാതെ ജോലി ചെയ്യുന്ന ലീവ് കിട്ടാതെ നിൽക്കുന്ന പല ടീംസ് കാര്യങ്ങൾ. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ആ ഒരു ചേച്ചിയുടെ കാര്യം ഇവിടെ ഒന്ന് സംസാരിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ചേച്ചി എന്തുകൊണ്ട് മോശമായി പോയി എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കുറെ കമന്റ്സ് ചെയ്യുന്നത്. ഒരു കമന്റ് കൊണ്ട് വായിക്കാവേ. അപ്പു അബി എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നത് അവരെ ഇൻസൾട്ട് ചെയ്യണ പോലെ. ഇത് വീഡിയോയുടെ ഇടയ്ക്ക് വരുന്ന വേറെ സാധനമാണ്. പാവം പിള്ളേര് അപ്പുവിന്റെ സിസിന് എങ്ങനെയും ഒരു ലീവ് എടുക്കായിരുന്നു. ജോബിന് പോയത് മോശമായി പോയി. അപ്പോൾ ഇവൻ കെട്ടുമ്പോൾ ലീവ് എടുക്കാൻ ലീവ് കാണില്ല. അതായത് പുള്ളി മുമ്പ് ഒരു കല്യാണം കഴിച്ചത് ഇപ്പോൾ 2ാം വിവാഹമാണല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കെട്ടുമ്പോൾ ലീവ് എടുക്കാനെ കൊണ്ട് ഇപ്പോൾ ഇതില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്താണോ ഗ്ലാമിക്കൊക്കെ ഇവിടെ പറയരുത് എന്നുള്ള സംഭവം ഉദ്ദേശിച്ചത് വളരെ കൃത്യമായിട്ട് വന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ വീട്ടിലോട്ട് എത്തിയിട്ടുള്ള വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. നമുക്ക് വീട്ടിലോട്ട് പോകാം. ഗൈസ് നിങ്ങൾ കൊടയില്ലാതെ വന്നാൽ മതി. നമ്മൾ കുറച്ച് ഡിമാൻഡുള്ള ആൾക്കാരാണ്. ഭയങ്കര വെയില് വരണം.
സെറ്റല്ലേ? പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി. ഞങ്ങൾ പാലും പഴവും തിന്നാൻ പോണു. അത്രയും കമത്തെഴുത് പൊന്നു. എനിക്കത് എനിക്ക് അലർജി ഉള്ളതാണ്. ഇതുവരെ പിന്നെ അവരുടെ ഹാപ്പി മൊമെന്റ്സ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. സ്പർദ്ധ ഈ കമന്റ് ബോക്സിൽ അവരുടെ POVയിൽ നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ പിന്നെ ഓക്കെയാണ്. ഇനി അങ്ങോട്ടാണ് സുഹൃത്തുക്കളെ അത് അങ്ങനെ അല്ലാണ്ടായി മാറുന്നത്. കാരണം ഗ്ലാമികങ്ങ ഒരുപാട് കഷ്ടപ്പെട്ട് അത്രയും ബുദ്ധിമുട്ടി ഗ്ലാമികങ്ങ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ഗ്ലാമികയുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു വീടൊക്കെ വെച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം ഇതങ്ങോട്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ ഇത് എന്തോന്ന് ഇത് അവരൊരു മര്യാദ കാണിക്കുന്നില്ല, ഒരു വർഷത്തിൽ കൂടുതൽ ഇവർ ജീവിച്ച് കണ്ടാൽ മതി എന്നൊക്കെ ഉള്ള കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. ഇനി നമുക്ക് അതിലോട്ട് ഓരോന്നോരോന്നായിട്ട് പോകാൻ സുഹൃത്തുക്കളെ. ആഗ്രഹം വാങ്ങിച്ചിട്ടല്ല, രണ്ടൊരു കല്യാണത്തിനല്ലായിരുന്നു. പൊന്നു ചൊല്ലി, പൊന്ന് ആദ്യം വാങ്ങുന്നത് ഞാൻ കൂടെ ഒന്ന് വാങ്ങാം. അല്ല, ഒരുമിച്ച് കൊടുക്കാം. ഇതാണ് മൂത്തമ്മ, അമ്മൂമ്മയും കൂടെ പൊന്നും കൂടെ കൊടു. ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്ന ആ ഒരു അമ്മൂമ്മ ചിരിക്കണമൊന്നുമില്ല. രണ്ടാമത് കാണിച്ചിരിക്കുന്ന അമ്മൂമ്മയാണെങ്കിൽ ചിരിക്കുന്നുണ്ട്. ചിരിക്കാത്തതിൻ്റെ പേരിൽ പ്രശ്നം. സീരിയസ്ലി ഗൈസ്, ചിരിക്കാത്തതിൻ്റെ പേരിൽ പ്രശ്നം. ഇത് പല വീടുകളിലും പല കൊച്ചാട്ടന്മാരും കുറേ അമ്മച്ചിമാരും ഒക്കെ ഇന്ന് സംസാരിക്കും. ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ പല കല്യാണത്തിന് പോയിട്ട് ഇതുപോലെ തന്നെ. ഇത് കമൻറ്റ് ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുമേ. ഇത് കമൻറ്റ് വന്നിട്ടുണ്ട്, ആദ്യം കണ്ട അമ്മൂമ്മയ്ക്കൊരു താല്പര്യമില്ലാത്ത പോലെയെന്നും പറഞ്ഞിട്ടിരിക്കുന്നത്. അമ്മൂമ്മയ്ക്ക് താല്പര്യമില്ലെന്ന്. അപ്പോൾ ഇതിനകത്ത് ഗ്ലാമികങ്ങ തന്നെ ഈ കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. അമ്മയ്ക്ക് ഒരു താല്പര്യമില്ല എന്നുള്ളൊരു കമന്റ് ഞാൻ കണ്ടു. വയ്യാതിരിക്കുന്ന സ്ത്രീയുടെ ഉച്ചി നോക്കി അടിച്ചിട്ടിട്ട് നിങ്ങൾ ചിരിക്കണം ബഹളം വയ്ക്കണമെന്നും പറയാനുള്ള ഒരു ഇതെനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പ്ലീസ് എൻ്റെ മെയിൽ ID കൊണ്ട് കോൺടാക്ട് ചെയ്യാം. നമുക്കിത് കണക്കുള്ള ഫംഗ്ഷനിൽ ചിരിക്കാതിരിക്കുന്ന ആൾക്കാരുടെ ഉച്ചി നോക്കി ഒരെണ്ണം കൊടുത്ത് ചിരിപ്പിക്കും. പിന്നെ അല്ലാതെ ഇതിനൊക്കെ പിന്നെ എന്ത് അർത്ഥം നടന്നത്? ചിരിച്ചാ കുറ്റം, ചിരിച്ചില്ലേ കുറ്റം, പാല് കുടിക്കുമ്പോൾ ഒരു സിപ്പ് കൂടിപ്പോയാൽ കുറ്റം, കുറഞ്ഞു പോയാൽ കുറ്റം, നടക്കുമ്പോൾ മുട്ട് മടങ്ങിയാൽ കുറ്റം, ചിരിക്കുമ്പോൾ പല്ല് കണ്ടാ കുറ്റം, ഉറങ്ങുമ്പോൾ കണ്ണടച്ചാൽ കുറ്റം. അങ്ങനെ സർവത്ര കുറ്റങ്ങളാണ്. ഈ കുറ്റങ്ങൾ ഒരു കുറ്റം പോലും പറയാതെ ഒരാൾ പോലും ഒരു കല്യാണത്തിൽ നിന്ന് മലയാളികളുടെ ടിപ്പിക്കൽ കല്യാണത്തിൽ ഇറങ്ങി പോയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രമില്ല. എൻ്റെ പൊന്നെ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ റൂമിലോട്ട് പോകുന്ന സംഭവമുണ്ട്. ഈ ചെക്കൻ്റെ റൂമിലോട്ട്, ഇവർ രണ്ടുപേരുടെ റൂമിലോട്ട്. അവിടെയാണ് ഈ കമന്റിൽ ആൾക്കാർ ഇത്രയും വന്ന് പറയാനെ കൊണ്ടുള്ള ആ ഒരു കോർ എലമെന്റ് കിടക്കുന്നത്. നമുക്കിനി അവിടെ ഒന്ന് കാണാം. അപ്പൂസിന്റെ റൂമിൽ പോണം ഞങ്ങള്. ശരിയാണ്, നമ്മളെ റൂം. സോറി വേണേ, നമ്മളെ റൂം. എൻ്റെ കൂടെ ചളവും കൂടെ സെറ്റാക്കി പൊളിയാക്കി അല്ലേ. ഞാൻ തുറന്നു നോക്കണോ? ഇപ്പം ഞാനാണ് തുറന്നു നോക്കാളാ. എന്റെ ഭർത്താവ് ഞാൻ തുറന്നു. അമ്മ എന്ത് പുന്നൂതാം. എനിക്ക് 2 ദിവസത്തേക്ക് പുന്നൂതാണ് കൈസ്. നോക്കട്ടാ. സെറ്റ് കേട്ടാ പൂട്ടാ. സെറ്റ് സെറ്റ് പിന്നെ ഇത് സെറ്റ്. അമ്മ കണ്ണാടി ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാരും വീടൊക്കെ വന്ന് കണ്ട്. എങ്ങനെയുണ്ട് വീട്? ഓൾറെഡി ക്രിസ്ത്യൻസ് നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴെപ്പോഴായിട്ട് ഓരോ പെണ്ണുങ്ങളായിട്ട് കൊണ്ടുവരും. ഹരിദേവരി ഇവിടെ അവർ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കിന് ബെഡ് വിരിച്ചിട്ടില്ല, അവർക്കത് ചെയ്യാമായിരുന്നു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കാം. ഇവർക്ക് ഒരുപാട് ഓട്ടത്തിന്റെ ഇടയിലൊക്കെ നിന്നതിന് ശേഷമാണെങ്കിൽ അതിനുള്ളൊരു ഇത് വേണമെന്ന് വെച്ചിട്ട് ഓക്കെ അവരിങ്ങോട്ട് കടന്നു വരികയല്ല, എന്നാൽ പിന്നെ നമുക്കിത് വിരിച്ചിടണ്ട എന്ന് വിചാരിച്ച് ഇന്റൻഷ്യലി അവർ ചെയ്യുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒന്നുമില്ല, ഒരു വ്ളോഗറല്ലേ വീട്ടിലോട്ട് കയറി വരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഇടുമ്പോഴത്തേക്കിന് അവർ അങ്ങനെ പോലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ആ ഒരു അങ്ങനെ ഒരു നെഗ് വിചാരിച്ചിട്ടില്ല എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടുന്നത്.
അല്ലേ? അപ്പോൾ അത് മുന്നോട്ടുള്ള കമന്റിൽ ഗ്ലാമിക അങ്ങനെ അത് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കി ഒരാളെങ്കിലും കമന്റ് ഇട്ടല്ലോ എന്നുള്ളതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് വായിക്കാം. ഇനി ഇതിനകത്തുള്ള ഭീകരമായിട്ടുള്ള കുറച്ച് സാധനങ്ങളോട്ട് നമുക്ക് പോവാം. കമന്റ്സ് ഇനി നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ഇപ്പോൾ മനസ്സിലായി ആദ്യത്തെ പെണ്ണ് എന്തുകൊണ്ടാണ് പോയെന്ന്. റൂം കിടക്കുന്നത് നോക്ക്, ഒരു പെണ്ണ് കയറി വരുന്നതല്ലേ, ഇവൻ എന്താ മൊണ്ണയാണോ? ചെയ്തു വെക്കാനുള്ളത് ചെയ്തുകൂടെ? എടുത്ത് കല്യാണം കഴിഞ്ഞ് ആദ്യമേ ഒരു പെണ്ണ് വീട്ടിൽ വരുമ്പോൾ കിട്ടിയ സ്വീകരണമാണോ ഇത്? ഒന്നില്ലെങ്കിലും അവൾക്ക് വേണ്ടി ആ റൂമെങ്കിലും അവന് മനോഹരമാക്കാമായിരുന്നു. റൂമിന്റെ കാര്യം ശരി തന്നെ, ഒന്ന് ബെഡ്ഷീറ്റ് വിരിച്ച് വൃത്തിയാക്കി ഇടായിരുന്നു. സ്വന്തം അമ്മയാണെങ്കിൽ ഉറപ്പായും ചെയ്യും. എൻ്റെ അമ്മ ഇപ്പോഴും ഞാൻ വരുമ്പം റൂം ക്ലീൻ ആക്കി ബെഡ്ഷീറ്റ് പില്ലോ കവർ ഒക്കെ ചെയ്ത് സെറ്റാക്കി വെക്കും. കയറുമ്പോഴേ കിടന്നുറങ്ങാം. അമ്മ ആദ്യത്തെ മോൻ ഉണ്ടാവണ വരെ എൻ്റെ വീട്ടിൽ പോയി വരുമ്പോൾ ക്ലീൻ ചെയ്ത് ഇട്ടിരുന്നു. ഇവിടെ ഫസ്റ്റ് ഡേ പോലും ഇല്ല. ഈ അമ്മയ്ക്ക് ഗംഗേനെ വലിയ ഇഷ്ടമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ആ വീഡിയോയുടെ കുറച്ച് പോർഷൻസിലെ ആ ബെഡ്ഷീറ്റ് മാറി കിടക്കുന്നത് മാത്രം കണ്ടിട്ടാണ് പറയുന്നത് അമ്മയ്ക്ക് ഗംഗേനെ ഇഷ്ടമല്ലാതെ. എൻ്റെ പൊഡ് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിറങ്ങുന്ന വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊക്കടാ വിടുന്നു, നിന്റെ കൈക്കും കാലിലും കുരു ഒന്നും ഇല്ലല്ലോ ചോദിക്കും. എന്നതിൻ്റെ അർത്ഥം വീട്ടുകാരുമായിട്ട് പ്രശ്നമാണെന്നാ? അല്ലല്ലോ. പിന്നെ അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പറയുന്ന ഇന്റൻഷനലി അവർ ഇതുപോലെ ബെഡ് വിരിച്ചിടാനൊക്കെ ഉണ്ട്. ഓക്കെ, അവർ കയറി വരുമല്ലോ, എന്നാൽ പിന്നെ ഇടണ്ട എന്നങ്ങനെ വിചാരിച്ചിട്ട് അവർ ചെയ്തതാണെന്നാണ് നിങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇതാണ് ഗേൾസിന്റെ കാര്യം. സ്വന്തമായി വീടുണ്ടാക്കിയാലും കല്യാണം കഴിച്ചാൽ പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലായി. അത് കുറെ കാലാകാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു പരിപാടിയാണ്. അപ്പം അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ദിയ കൃഷ്ണനൊക്കെ ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡിന്റെ വീടിൻ്റെ അവിടുന്ന് പുള്ളിക്കാരിയുടെ വീടിൻ്റെ അടുത്തുനിന്ന് കോമൺ ആയിട്ടുള്ളൊരു സ്ഥലത്തായിട്ട് അവർ മാറി താമസിക്കുന്ന ഒരേ ഡിസ്റ്റൻസിലുള്ള അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ. ഈ പുള്ളിയുടെ രണ്ടാം വിവാഹമല്ലേ, എന്നിട്ട് ചടങ്ങൊന്നും ഓർമ്മയില്ല. അതുപോലെ ഒരു പെൺകുട്ടിയില്ല ഇയാൾക്ക്, അതിൻ്റെ ഒരു ഫോട്ടോ പോലും ആ വീട്ടിലില്ലല്ലോ. എടേ, ആ വ്ലോഗിനകത്തിലെ കുറച്ച് ഭാഗങ്ങളെല്ലാം കണ്ടിട്ടുള്ളത്. പുള്ളി അവിടെ പോട്ടെ, ഇതൊക്കെ വിട്ടേക്കുക. ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹമാവുകയുള്ളൂ. ഒരു ഫോട്ടോയിലാണോ സ്നേഹം ഇരിക്കുന്നത്? അടുത്തത് ഇതാ പറയുന്നത്, എത്ര പണം ഉണ്ടാക്കിയാലും ഗംഗയ്ക്ക് ഗംഗയുടെ തരത്തിനൊത്തേക്ക് ഇട്ടു പോട്ടെ, ബുദ്ധിയും വിവരമില്ലാത്തൊരു തെറ്റല്ല. അയ്യ, ഈ പെണ്ണ് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിതം മെച്ചപ്പെടുത്തി എടുത്തത് ഇതിനായിരുന്നോ? എവിടുന്ന് കിട്ടി ഈ പൊട്ടനെ? വീണ്ടും വീട്ടുകാരും എല്ലാം ഒരുപോലെ ഉണ്ടല്ലോ. ഇത് 1 year എങ്കിലും പോയാൽ കാണാം. പയ്യനെ ലോട്ടറി അടിച്ചു, മണി ഈസ് അൾട്ടിമേറ്റ്. എത്രയും പെട്ടെന്ന് അടിച്ചു പിരിയട്ടെ, വേശ്യാന്ന് അക്ക പറഞ്ഞേക്കാം. അപ്പോൾ അതിന് റിപ്ലൈ ഇട്ടുണ്ട് നിന്റെ അമ്മ എന്ന്. അത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തിലെ എന്താണ് കാര്യം എന്നുള്ള ഒരാൾ മനസ്സിലാക്കിയിട്ടെങ്കിൽ ഒരു കമൻറ്റ് ഗ്ലാമിക റിപ്ലൈ എടുത്തതുകൊണ്ട് ആ കമൻറ്റ് വായിക്കാം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം. അപ്പുവിൻ്റെ വീട്ടുകാർ ഒരുപാട് എഫേർട്ട് എടുത്തായിരിക്കും വീട് പെയിൻറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ടാവുക. ഗംഗയ്ക്കുള്ള പോലെ സപ്പോർട്ടിന് ഒരുപാട് ആളൊന്നും കാണില്ല ചിലപ്പോൾ. അവരെ കൊണ്ട് ആകും വിധം നീറ്റാക്കി കട്ടിലും പുതിയ മാട്രസും എല്ലാം ഒരുക്കി. പക്ഷേ അതിന് തന്നെ ഒരുപാട് സമയവും പൈസയും മുടക്കിയിട്ടുണ്ടാവും. ആ ബെഡിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചില്ല എന്ന് പറയുന്നത് അത്ര വലിയ പ്രോബ്ലമായി എനിക്ക് തോന്നുന്നില്ല. സാധാരണക്കാരായ ഫാമിലി ആകുമ്പോൾ ഡെക്കറേഷൻ, പ്രസൻറ്റബിലിറ്റി, സർപ്രൈസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻസ് ഒരുപക്ഷെ കൊടുക്കില്ല. ന്യായീകരിക്കുന്നതല്ല, അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ഇരിക്കില്ലെന്ന് തോന്നിയതാ. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷെയറിങ് ദിസ് പെർസ്പെക്റ്റീവ്, ഇറ്റ് റിയലി മീൻസ് എ ലോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലാമിക റിപ്ലൈ എടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് കാര്യം. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കാണെങ്കിലും പലർക്കും തോന്നിയേക്കാം അവർ ഒരു ബെഡ്ഷീറ്റ് എന്തുകൊണ്ട് വിരിച്ചിട്ടില്ല, അത് ചെയ്യാമായിരുന്നു. ശരിയാണ്, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷേ അവർ ചെയ്തില്ല, അല്ലെങ്കിൽ അങ്ങനൊരു ബെഡ്ഷീറ്റ് വിരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇൻറ്റൻഷലി അവരിങ്ങോട്ട് വരികയാണ്. മനഃപൂർവ്വം നമുക്ക് വിരിച്ചിടേണ്ടതെന്ന് വെച്ചാൽ ഇൻറ്റൻഷലി ചെയ്തൊരു സംഭവം അല്ലല്ലോ ഇവിടെ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഗ്ലാമികയാണെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം. പിന്നെ കല്യാണമല്ലേ, ഓട്ടവും തിരക്കും, അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ ചിലപ്പോൾ വിട്ടു പോയിട്ടുണ്ടായിരിക്കും. അതൊന്നും മനസ്സിലായിക്കോട്ടെ. ഇപ്പം ആ ഒരു അമ്മയാണെങ്കിൽ, ഒരു അമ്മൂമ്മയാണെങ്കിൽ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. കാരണം അമ്മൂമ്മ ചിരിച്ചില്ല, അമ്മൂമ്മയ്ക്ക് താല്പര്യമില്ല, അമ്മൂമ്മയ്ക്ക് വയ്യാത്ത ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ പേരിൽ അത് കുറ്റം. പിന്നെ പറയുന്നൊരു സാധനം, ഈ പറയുന്ന ഗ്ലാമിക അത്രയും സെറ്റായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അത്രയില്ല, ഷീറ്റ് ഇട്ട് കണ്ടില്ല ആ റൂമിനൊക്കെ, ഇങ്ങനെയൊക്കെയാണോ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കിന് ഞാനൊരു കാര്യം പറയട്ടെ, ഗ്ലാമികയ്ക്ക് ബെറ്റർ ഇത് കിട്ടും അത് നിന്നൊക്കെ അങ്ങനെ കുറേ കാണാൻ പറ്റുമേ. ഇപ്പം നമ്മൾ ഈ സിനിമയ്ക്കകത്ത കൂടെ ഒക്കെ ആണെങ്കിൽ ഈ പണക്കാരിയായിട്ടുള്ള പെൺകുട്ടി പാവപ്പെട്ടവനെ പ്രണയിക്കുന്നു, അല്ലെങ്കിൽ പണക്കാരനായിട്ടുള്ള ഒരു പയ്യൻ പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിനെ പ്രണയിക്കുന്നു, ഇങ്ങനെ സിനിമകളിലൂടെ കാണിക്കുമ്പോഴത്തേക്കിന് അതിനെ ഭയങ്കര ബ്യൂട്ടിയായിട്ട് ആസ്വദിക്കുകയും അത് എൻജോയ് ചെയ്യുകയും കൊള്ളാം, ഇത് അടിപൊളി, ഇതാണ് പ്രണയം എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ആൾക്കാർ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കിന് ഇതെന്തോന്ന്, ഇത് അവർക്ക് ഇതിൽ നല്ലൊരുത്തിനെ കിട്ടും, അവൻ പൊട്ടന് ലോട്ടറി അടിച്ച്, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴത്തേക്കിന്. എടേ, അവർക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല. പിന്നെ ഈ പൈസ ഇതൊക്കെയാണോ ഈ പറയുന്ന പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒക്കെ അടിസ്ഥാനമായിട്ട് നിങ്ങളൊക്കെ കാണുന്നത്? ഈ കമൻറ്റ് കേൾക്കുന്ന ആൾക്കാരുടെ അടുത്താണ് നിങ്ങളൊക്കെ കാണുന്നത് അങ്ങനെയാണോ? അതൊന്നുമല്ല. ഏറ്റവും കൂടുതൽ പണക്കാർ, ഇപ്പം
അവർ തമ്മിൽ അത്രയും അടിപൊളിയായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർ രണ്ടുപേരും ഒരേപോലെ റിച്ച് ആണ്. കാര്യം അവർക്കിടയിൽ സ്നേഹമുണ്ട്, പ്രണയമുണ്ട്, ഇല്ലേ? അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നൊരു സാധനം, അല്ലേ? അതല്ലാതെ ഇപ്പം ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ പൈസ വേണം, പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ അത് വേണം, അതില്ലാതെ പറ്റില്ല. അത് നമുക്ക് ആവശ്യമാണ് എന്ന് കരുതിയിട്ട് ഈ പറയുന്ന നമ്മുടെ അത്രയും തന്നെ മറ്റവർക്ക് വേണം, ഇപ്പുറത്ത് തന്നെ ഇതുപോലെ വേണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ജീവിക്കാനുള്ളത് പോരെ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവർക്കിടയിലുള്ള പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് ഇങ്ങനെ കിടന്ന് പറയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നാ കുറ്റം, ഇരുന്നില്ല കുറ്റം, ചിരിച്ചാ കുറ്റം, ചിരിച്ചില്ല കുറ്റം, സർവ്വത്ര കുറ്റങ്ങളാണ്. എന്താണെങ്കിലും കൂടുതലായിട്ടൊന്നും പറയണില്ല. ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.